നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ കാവൽ സർക്കാരാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് KSRTC എല്ലാ മാസവും 1-ാം തീയതി ഇലക്ഷന് മുമ്പ് വരെ എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ രണ്ടായിട്ടും ഇന്ന് KSRTCയിലെ ജീവനക്കാർക്കൊന്നും ശമ്പളം എത്തിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇന്ന് പുനലൂരിൽ നിന്നും കായംകുളം പോകുന്ന ഒരു ബസ്സിലെ ഡ്രൈവർ വാഹനം എടുത്ത് അങ്ങ് പോവുകയുണ്ടായി. 4 മണി സമയം നോക്കിയിട്ട് ഏതാണ്ട് 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് അതിലെ ഒരു യാത്രക്കാരൻ അടുത്ത് തന്നെ ഇറങ്ങേണ്ട ആവശ്യവും ഉണ്ടായതുകൊണ്ട് ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണമല്ലോ, ആ സ്ഥലം അദ്ദേഹത്തിന് പരിചിതമില്ലാത്തതുകൊണ്ട് ഡ്രൈവർ ചോദിച്ചു, എന്തിയെ കണ്ടക്ടർ എവിടെയാണ്, ടിക്കറ്റ് കൊടുക്കണം, ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴാണ് ഡ്രൈവർ നോക്കുന്നത്, കണ്ടക്ടർ കാണുന്നില്ല. കണ്ടക്ടർ വാഹനത്തിൽ കയറിയിട്ടില്ല. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം പിന്നിട്ട് കഴിഞ്ഞു. പിന്നീട് ആ കണ്ടക്ടർ നമ്പരും ഡ്രൈവർ വശമില്ലാതെ എന്തായാലും പുനലൂർ സ്റ്റേഷനിൽ തന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് പിന്നീട് വാഹനം തിരിച്ച് പുനലൂർ ബസ് സ്റ്റാൻഡിൽ എത്തുകയും പിന്നീട് കണ്ടക്ടർ അതിനകത്ത് കയറുകയും ചെയ്തു. അപ്പോൾ കയറുമ്പോൾ ഒരു വനിതാ കണ്ടക്ടറാണ്. അപ്പോൾ വനിതാ കണ്ടക്ടർ ആയതുകൊണ്ടാണോ അവര് നമ്പറുകൾ വാങ്ങി വെക്കാത്തത്? ആ വനിതാ കണ്ടക്ടറെ നമുക്ക് കാണാം. എന്തായാലും അവരെ മുഖം നമ്മൾ പകർത്തിയിട്ടില്ല. അവരുടെ ജോലി സംബന്ധമായിട്ടൊരു ബുദ്ധിമുട്ടില്ല. എന്തായാലും സർക്കാരുകൾ മാറുന്നതുകൊണ്ടാണോ, ഈ KSRTCയിലെ മന്ത്രിമാർ ഇനി മാറ്റമുണ്ടാകുമോ, അല്ലെങ്കിൽ ഭരണം മാറുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നുകൊണ്ട് യാതൊരുവിധ ഉത്തരവാദിത്ത ബോധവുമില്ലാതെയാണോ ഇവര് ഈ ഡ്രൈവർമാരും കണ്ടക്ടറും ഒക്കെ ഈ ജനങ്ങളോട് പെരുമാറുന്നത് എന്ന് തന്നെ അതിശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരം നിരുത്തരവാദപരമായ ഒരു കാര്യമാണ്. കണ്ടക്ടർ ബെല്ലടിച്ചിട്ട് വേണം ഈ വാഹനം ഓടിക്കാൻ ഡ്രൈവർ. അപ്പോൾ കണ്ടക്ടറുടെ ഉത്തരവാദിത്തമില്ലാതെ ഡ്രൈവർ സമയമാകുമ്പോൾ വാഹനം എടുത്ത് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. യാത്രക്കാരാണ് ഏതാണ്ട് ഒരു 10-20 മിനിറ്റോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത്. തിരിച്ച് സ്റ്റേഷനിലെത്തുക, സ്റ്റേഷനിൽ നിന്ന് പിന്നീട് കണ്ടക്ടർ കയറ്റുക, പിന്നീട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാത്ത ഡ്രൈവർ ഭാഗത്തുനിന്നുണ്ടായാലും, അല്ലെങ്കിൽ ആ സമയത്ത് കണ്ടക്ടർ കയറി ബെല്ലടിച്ച് അവിടുന്ന് പുറപ്പെടാൻ കാണിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി എത്താതിരുന്നു. കണ്ടക്ടർ അകത്ത് കയറിയപ്പോൾ നമ്മൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് മൊബൈലിൽ ചാർജ് കുത്തിയിടാനായിട്ട് ഓഫീസിൽ കയറിയതാണ്. മൊബൈൽ എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് ഡ്രൈവർ വാഹനവും എടുത്തുകൊണ്ട് പോയത് എന്നുള്ളൊരു വിശദീകരണമാണ് കണ്ടക്ടർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഡ്രൈവറിന്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഡ്രൈവറാണ് ബെല്ലടിക്കാതെ വാഹനം എടുക്കാൻ പാടില്ല. വാഹനത്തിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഡ്രൈവറാണെങ്കിലും മറ്റുള്ള ഉത്തരവാദിത്ത ഭാഗങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് കണ്ടക്ടറാണ്. ഇപ്പോൾ തന്നെ കുടിവെള്ളം യാത്രക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് മന്ത്രി ഒരു ഉത്തരവിറക്കിയിട്ടും കുടിവെള്ളം ഒരു വാഹനത്തിലും കിട്ടാനില്ല. അവർ പറയുന്നത്, ഞങ്ങൾ കുടിവെള്ളം എടുത്ത് വാഹനത്തിൽ വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാരായിട്ടുള്ളവർ ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴോ തിരിയുമ്പോഴോ യാത്രക്കാർ കുടിവെള്ളം എടുത്ത് തനിയെ കുടിക്കും, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വരും എന്നാണ് ഈ കണ്ടക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ മലയാളികളായിട്ടോ യാത്ര ചെയ്യുന്നവരെ ഈ കേരളക്കാരെ അത്രയും വിശ്വാസമില്ലാത്തവരാണോ? അപ്പോൾ അത്രയ്ക്ക് വെള്ളം മോഷ്ടിച്ച് കുടിക്കുന്നവരാണോ കേരളത്തിലെ മലയാളികളായിട്ടുള്ളവർ? ആ വെള്ളം അത്രയ്ക്കും ഒരു വാക്ക് പറയാതെ ഈ കണ്ടക്ടറെ നിന്ന് 13 രൂപ കൊടുത്ത് മേടിക്കാതെ ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കും എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള മലയാളികൾ അത്രയും മോശക്കാരായിട്ടാണോ അവരെ കണ്ണിൽ കാണുന്നത്? എന്തായാലും മന്ത്രിയുടെ തീരുമാനം ചൂടുകാലത്തായാലും ഇത്തരത്തിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള രീതിയിലായിരിക്കണം. വളരെ വില കുറച്ച് 13 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതിലേതാണ്ട് അവർക്ക് തന്നെ ഓരോ രൂപയും 2 രൂപയെ കണ്ട് അവർ കമ്മീഷനുണ്ട്. പക്ഷെ അവർക്ക് ആ കമ്മീഷന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളിത് ചെയ്യത്തില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് മിക്ക ബസ്സിലും കയറി വെള്ളത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ന്യായം ഇതാണ്: യാത്രക്കാർ ഞങ്ങളറിയാതെ വെള്ളം എടുത്ത് കുടിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ച് വെച്ച് വിൽപ്പന നടത്താത്തതെന്നാണ്. പക്ഷേ അതുണ്ടായിരുന്നെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ ഒരു കാര്യമാണ്. ഒരു 10 കുപ്പിയെങ്കിലും എടുത്തു വെച്ചിരുന്നെങ്കിൽ യാത്രക്കാർക്ക് ഒരു വെള്ളത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ വാഹനത്തിൽ നിന്ന് കയറിയാൽ ദൂര യാത്രക്കാർക്ക് ഇറങ്ങിപ്പോയി കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഉത്തരവാദിത്തങ്ങളെല്ലാം കാവൽ മന്ത്രിസഭയിൽ നിലയിൽ ഉത്തരവാദിത്ത ബോധമില്ലാതെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡ്രൈവർ ഇല്ലാതെ വണ്ടി എടുത്തുകൊണ്ട് കണ്ടക്ടർ ഇല്ലാതെ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് പോവുക, പകുതി ദൂരം പിന്നിട്ട് അല്ലെങ്കിൽ കുറച്ചു ദൂരം കഴിഞ്ഞിട്ട് ഡ്രൈവറെ അന്വേഷിക്കുക, യാത്രക്കാർ ടിക്കറ്റ് ചോദിക്കാൻ അടുത്ത സ്ഥലങ്ങൾ ഇറങ്ങാൻ കാണുമ്പോഴാണ് കണ്ടക്ടർ കാണാത്ത. ഇത്തരം എന്താണ് അവർക്ക് ഈ മാസം 1-ാം തീയതി ശമ്പളം കിട്ടാത്തതിന്റെ മാനസിക വിഷമം കൊണ്ടാണോ അവർ ആ ജോലിയിൽ ഇത്ര ഉത്തരവാദിത്ത ബോധമില്ലാതെ, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള വിഷമം കാരണമാണ്? പല ആവശ്യങ്ങൾ കാണും. ഈ 1-ാം തീയതി ശമ്പളം കിട്ടിയിട്ട് ആ ശമ്പളം ഇന്ന് ഇലക്ഷന് വരെ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണെല്ലാം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസം ശമ്പളം അവർ കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടിയില്ല എന്നാണ് നമുക്ക് ഈ KSRTC സ്റ്റാഫുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. മലയാളി വാർത്ത, രാംഭദ്രൻ.